ഒരു ദിവസം ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ കാണാൻ വൈകുണ്ഠത്തിലെത്തി. ആ സമയം മഹാവിഷ്ണു വിശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ട് ബ്രഹ്മാവ് വന്നത് അദ്ദേഹം അറിഞ്ഞില്ല. വേണ്ട രീതിയിൽ തന്നെ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് വല്ലാതെ കോപിച്ചു. ഇതിന് മഹാവിഷ്ണു മാപ്പ് പറഞ്ഞെങ്കിലും ബ്രഹ്മാവിൻ്റെ കോപം ശമിച്ചില്ല. അങ്ങനെ അവർ തമ്മിൽ വലിയൊരു വാക്കുതർക്കം ഉണ്ടാവുകയും അത് യുദ്ധഭൂമിയിലെത്തി. ബ്രഹ്മാവ് തൻ്റെ ഹംസവാഹനത്തിൽ ബ്രഹ്മാസ്ത്രവുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങിയപ്പോൾ മഹാവിഷ്ണു തൻ്റെ ഗരുഡവാഹനത്തിൽ കയറി നാരായണ അസ്ത്രവും സുദർശന ചക്രവുമായി ഏറ്റുമുട്ടാനൊരുങ്ങി. ഈ ദിവ്യായുധങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ബ്രഹ്മാണ്ഡത്തിൻ്റെ നിലനിൽപ്പിനു തന്നെ പ്രശ്നമാവും. ഇതു ഭയന്ന ദേവന്മാർ ഒരു പ്രശ്നപരിഹാരത്തിനായി ശിവനെ സമീപിച്ചു. ആ ക്ഷണം തന്നെ അദ്ദേഹം പരിഹാരം നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ ശിവൻ ആ യുദ്ധഭൂമിയിൽ ആകാശത്തിനേക്കാൾ ഉയരവും പാതാളത്തേക്കാൾ ആഴവുമുള്ള ഒരു അഗ്നിസ്തംഭമായി ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ഇടയിൽ നിന്നു. ഇതിൻ്റെ അറ്റം ആരാദ്യം കണ്ടുപിടിക്കുന്നുവോ അവരാകും ശ്രേഷ്ഠൻ എന്ന് ഇരുവരും തീരുമാനിച്ചു. അങ്ങനെ ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ ഹംസവാഹനത്തിൽ ആ അഗ്നിസ്തംഭത്തിൻ്റെ മുകളിൽ പറക്കുവാൻ തുടങ്ങി. അപ്പോൾ മഹാവിഷ്ണു വരാഹ രൂപത്തിൽ ആ അഗ്നിസ്തംഭത്തിൻ്റെ താഴത്തെ അറ്റം കണ്ടുപിടിക്കുവാനായി പോയി. കാലങ്ങൾ കുറെ പോയെങ്കിലും രണ്ടുപേർക്കും അതിൻ്റെ ആദിയും അന്തവും കണ്ടുപിടിക്കുവാനായില്ല. അങ്ങനെ ഇരുവരും തൊഴുകൈകളോടെ ആ അഗ്നിസ്തംഭത്തിൻ്റെ മുമ്പിൽ നിന്നു. അങ്ങനെ മഹാവിഷ്ണു തൻ്റെ പരാജയം സമ്മതിച്ചപ്പോൾ ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ പരാജയം സമ്മതിക്കാൻ തീരുമാനിച്ചില്ല. അദ്ദേഹം പറന്നുയർന്നപ്പോൾ താഴമ്പൂവിനെ കാണുകയും ആ പൂവിനെ കൊണ്ട് അദ്ദേഹം കള്ളസാക്ഷി പറയിപ്പിച്ചു. ഞാൻ ആ അഗ്നിസ്തംഭത്തിൻ്റെ ആദ്യ ഭാഗം കണ്ടു. ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അഗ്നിസ്തംഭത്തിൽ നിന്നും ചതുർബാഹുവായ മഹേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മുന്നിലെ 2 കൈകൾ വരദ അഭയ മുദ്രയിലും പിന്നിലെ 2 കൈകളിൽ ഒരു മഴുവും ഒരു മാനിനെയും അദ്ദേഹം പിടിച്ചിരുന്നു. സത്യം പറഞ്ഞ മഹാവിഷ്ണുവിനോട് ശിവൻ പറഞ്ഞു, എനിക്കും നിനക്കും ഒരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. നമ്മളെ തുല്യരായി തന്നെ ഈ ബ്രഹ്മാണ്ഡം കാണുകയും പൂജിക്കുകയും ചെയ്യും. എന്നാൽ കള്ളം പറഞ്ഞ ബ്രഹ്മാവിനോട് ശിവൻ കോപിക്കുകയും ഇനി ഭൂമിയിലുള്ള ആരും നിന്നെ പൂജിക്കുകയില്ലെന്നും ക്ഷേത്രങ്ങൾ ഉണ്ടാവുകയില്ലെന്നും പറഞ്ഞു. ബ്രഹ്മാവ് കള്ളം പറഞ്ഞ ആ ശിരസിനെ ഛേദിക്കാൻ അദ്ദേഹം തൃക്കണ്ണിൽ നിന്നും വീരഭദ്രനെ വിട്ടു. ഇത് ഭയന്നുപോയ ബ്രഹ്മാവ് ശിവനോട് മാപ്പപേക്ഷിച്ചു. അങ്ങനെ വിഷ്ണുവും ബ്രഹ്മാവിനെ വിട്ടു മാപ്പു നൽകാൻ ശിവനോട് അപേക്ഷിച്ചു. അങ്ങനെ ആ പ്രാർത്ഥന പരിഗണിച്ച് ശിവൻ ബ്രഹ്മാവിനെ മാപ്പു നൽകി. അദ്ദേഹം ഒരു കാര്യം കൂടി ബ്രഹ്മാവിനോട് പറഞ്ഞു, നിനക്ക് പൂജാതി കർമ്മങ്ങളില്ലെങ്കിലും യാഗയജ്ഞങ്ങളിൽ ആദ്യം നിന്നെ ആവാഹനം ചെയ്യും. ഇത് ഇല്ലാതെ ചെയ്യുന്ന യാഗങ്ങൾക്ക് പൂർണ്ണഫലം ലഭിക്കുകയില്ല. ആ താഴമ്പൂവിനോടും ശിവൻ ഒരു കാര്യം പറഞ്ഞു, ഇന്നു മുതൽ എൻ്റെ പൂജയിൽ നിന്നെ ഞാൻ വർജിക്കുന്നു. ആ പൂവും അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വീണ് മാപ്പപേക്ഷിച്ചപ്പോൾ ആ പൂവിനും അദ്ദേഹം ഒരു ഇളവ് നൽകി. എൻ്റെ ക്ഷേത്ര പരിസരവും എൻ്റെ ശിവഗണങ്ങൾക്കും അലങ്കാരമായി നിന്നെ ഉപയോഗിക്കാം, എന്നാൽ ഞാൻ ഇനി മുതൽ നിന്നെ ഉപയോഗിക്കില്ല. പിന്നീട് ബ്രഹ്മാവും വിഷ്ണുവും ശിവപാദങ്ങളിൽ വീണ് ഈ അഗ്നിസ്തംഭ രൂപം ഉപേക്ഷിക്കണമെന്നും എല്ലാവർക്കും ആരാധിക്കാവുന്ന ഒരു രൂപം സ്വീകരിച്ച് ഭൂമിയിൽ വസിക്കണമെന്നും അപേക്ഷിച്ചു. അങ്ങനെ ആ പ്രാർത്ഥന ഉൾക്കൊണ്ട് അദ്ദേഹം ആ അഗ്നിസ്തംഭ രൂപം വെടിയുകയും ശാന്തമായ ഒരു അഗ്നിലിംഗത്തിൻ്റെ രൂപത്തിൽ ഒരു പർവ്വത രൂപമായി ഭൂമിയിൽ വസിച്ചു തുടങ്ങി. അതാണ് ഇന്നത്തെ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലെ തിരു അരുണാചലേശ്വരർ ക്ഷേത്രം. ഈ കഥ വരുന്നത് ശിവപുരാണത്തിലെ വിദ്യേശ്വര സംഹിതയിലെ അധ്യായം 6 മുതൽ 9 വരെയാണ്. ഇനി പറയുന്ന കഥ വരുന്നത് സ്കന്ദപുരാണത്തിലെ അരുണാചല മഹാത്മ്യ പർവ്വത്തിലുള്ള അധ്യായം 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ്. പാർവതി ദേവി ഏകാംബരേശ്വര ക്ഷേത്രത്തിൽ തപസ്സനുഷ്ഠിച്ച കഥ നമ്മൾ കണ്ടുവല്ലോ. അതിനുശേഷം ശിവൻ പാർവതിയോട് അരുണാചലത്തിലും പോയി തപസ്സിരിക്കുവാൻ പറഞ്ഞു. എന്നാൽ മാത്രമേ പാർവതി ചെയ്ത തപസ്സിനൊരു പൂർണ്ണത ലഭിക്കുകയുള്ളെന്നും പറഞ്ഞു.
അവിടെ തപസ് ചെയ്യേണ്ട വിധിപ്രകാരങ്ങൾ ഗൗതമ മഹർഷിയോട് ചോദിച്ചു മനസ്സിലാക്കുവാനും പറഞ്ഞു. അങ്ങനെ ഭഗവതി കാഞ്ചീപുരത്ത് കാമാക്ഷി രൂപം ധരിക്കുകയും താൻ നിർമ്മിച്ച ലിംഗത്തിന്റെ പൂജാതി കർമ്മങ്ങൾ ദേവന്മാരെ ഏൽപ്പിച്ച് ആ പ്രദേശത്തെ മുഴുവൻ അനുഗ്രഹിച്ച് അരുണാചലത്തിലേക്ക് യാത്രയായി. അവിടെ ഭഗവതിയെ നല്ല രീതിയിൽ ഗൗതമ മഹർഷി സ്വീകരിച്ചിരുത്തി ആഗമനോദ്ദേശം എന്താണെന്ന് ചോദിച്ചു. ഭഗവതി അരുണാചല പർവ്വതത്തിന്റെ മഹാത്മ്യം പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഈ പർവ്വതം സത്യയുഗത്തിൽ അഗ്നിസ്തംഭമായും, ത്രേതായുഗത്തിൽ രത്നപർവ്വതമായും, ദ്വാപരയുഗത്തിൽ സ്വർണപർവ്വതമായും, കലിയുഗത്തിൽ ശിലാപർവ്വതമായും നിലകൊള്ളുന്നു. ഈ പർവ്വതം ഭൂമിയിൽ വസിക്കാൻ വന്ന ആ നിമിഷം തന്നെ അതിൻ്റെ 8 ദിക്കിലും 8 കുളങ്ങളും 8 ലിംഗങ്ങളും വന്നു അത്രേ. ആ 8 കുളങ്ങളിലാണ് അഷ്ടദിക്പാലകന്മാർ സ്നാനം ചെയ്തത്. ബ്രഹ്മാവും വിഷ്ണുവും വരെ ആ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തിട്ടുണ്ടത്രേ. ഈ പർവ്വതത്തിനെ ദർശിക്കുന്നതും ആരാധിക്കുന്നതും വലം വയ്ക്കുന്നതും മോക്ഷവും സകല പാപങ്ങളെ നശിപ്പിക്കുകയും ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്നും അദ്ദേഹം ഭഗവതിയോട് പറഞ്ഞു. ഈ പർവ്വതത്തിനെ വലം വയ്ക്കുന്ന രീതി മഹാദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ടത്രേ. ഏതു ക്ഷേത്രത്തിൽ നമ്മൾ പ്രദക്ഷിണം വയ്ക്കാൻ പോകുമ്പോഴും നമ്മുടെ ആദ്യത്തെ അടി നമ്മൾ വാക്കുകൊണ്ട് ചെയ്ത പാപത്തെ നശിപ്പിക്കുകയും, രണ്ടാമത്തെ അടി നമ്മൾ മനസ്സുകൊണ്ട് ചെയ്ത പാപങ്ങളെ നശിപ്പിക്കുകയും, മൂന്നാമത്തെ അടി നമ്മുടെ ഈ ശരീരം കൊണ്ട് ചെയ്ത പാപങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അരുണാചലത്തിലെ പ്രദക്ഷിണം തുടങ്ങുമ്പോഴുള്ള ആദ്യത്തെ അടി തന്നെ സകല പാപങ്ങളെ നശിപ്പിക്കുകയും രണ്ടാമത്തെ അടി മോക്ഷം നൽകുകയും ചെയ്യുമെന്ന് മഹാദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ടത്രേ. അദ്ദേഹം ഇവിടെ പ്രദക്ഷിണത്തിന് ഒരു ദിവ്യ വ്യാഖ്യാനവും നൽകി. അതിലെ പാപങ്ങളിൽ നിന്നും മോചനം നൽകുമെന്നും, അഭീഷ്ട വരങ്ങൾ പ്രദാനം ചെയ്യുമെന്നും, പ്രാരബ്ധ സഞ്ചിത കർമ്മങ്ങളെ നശിപ്പിക്കുമെന്നും, മോക്ഷം നൽകുമെന്നും പറഞ്ഞത്രേ. ഗിരിവലം വരുന്ന ദിവസം ഭക്തർ തേജോലിംഗത്തെ മനസ്സിൽ ധ്യാനിച്ച് ശിവനാമങ്ങൾ ഉരുവിട്ട് രുദ്രാക്ഷം ധരിച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പതുക്കെയുള്ള ചുവടുകൾ വെച്ച് ആ പർവ്വതത്തെ വലം വരണമത്രേ. അങ്ങനെ വലം വരുമ്പോൾ അവരുടെ കാലുകളിൽ കല്ലോ മുള്ളോ കൊണ്ട് മുറിഞ്ഞാൽ നന്ദനോദ്യാനത്തിലെ മന്ദാര പുഷ്പങ്ങൾ അവർക്ക് ആശ്വാസം പകരുമെന്നും, അവിടെ രക്തം പൊടിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ കുങ്കുമം തന്നെ അവർക്ക് ആശ്വാസമേകുമെന്നും മഹാദേവൻ തന്നെ പറഞ്ഞത്രേ. അങ്ങനെ ഭഗവതി അവിടെ തപസ്സനുഷ്ഠിച്ചു. അവിടെ ഭഗവതി ഒരു പാറക്കെട്ടിൽ തൻ്റെ ഖഡ്ഗം ഉപയോഗിച്ച് ഒരു തീർത്ഥവും നിർമ്മിച്ചു. അങ്ങനെ ആ തീർത്ഥത്തിന് ഖഡ്ഗതീർത്ഥം എന്ന പേര് വന്നു. 9 നദികൾ അവിടെ ഒഴുകി വന്ന് ഉണ്ടായ തീർത്ഥമാണത്രേ അത്. ഇന്നും ചെറുവെള്ളച്ചാട്ടങ്ങളായി ആ പർവ്വതത്തിനു ചുറ്റും ആ തീർത്ഥങ്ങൾ കാണാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവതിയുടെ ആ തപസ്സിൽ സംപ്രീതനായ ശിവൻ ഭഗവതിയുടെ തപസ്സിന് പൂർണ്ണത വന്നെന്നും ഭഗവതിയെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ശിവൻ പാർവതിക്ക് ഒരു പേരും നൽകി. ഭഗവതി ഏകാംബരേശ്വര ക്ഷേത്രം മുതൽ അരുണാചല ക്ഷേത്രം വരെ തപസ് ചെയ്യുന്ന ആ വേളയിൽ അവിടെ കൈലാസത്തിൽ ഭഗവതിയുടെ മക്കളായ സ്കന്ദനും ഗണപതിക്കും സ്തനപാനം ചെയ്തിരുന്നില്ല. അത് ചെയ്തിരുന്നത് ഭഗവതിയുടെ തോഴിമാരായിരുന്നു. ആ കാരണം കൊണ്ട് തന്നെ മഹാദേവൻ പാർവതിക്കൊരു പേരു നൽകി. അവിടെ തിരുവണ്ണാമലയിൽ ഭഗവതി അഭിത കുജാംബ അല്ലെങ്കിൽ ഉണ്ണാമുലയമ്മൻ എന്ന പേരിൽ അറിയുമത്രേ. ആ ഉരുവൾ സ്തനപാനം ചെയ്തില്ല എന്നാണ് ഇതിനർത്ഥം. അങ്ങനെ ഭഗവതിയും ആ പർവ്വതത്തെ വലം വയ്ക്കുകയും ഭഗവാന്റെ അനുഗ്രഹം നേടി. ഇതെല്ലാം നടന്നത് വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലായിരുന്നു. അതുകൊണ്ട് തൃക്കാർത്തിക ഇവിടെ വലിയ ഉത്സവമായി തന്നെ കൊണ്ടാടി വരുന്നു. അങ്ങനെ ശിവൻ പാർവതിക്ക് തൻ്റെ അനുഗ്രഹം എന്നോണം കസ്തൂരി തിലകം അണിയിച്ചു. അങ്ങനെ കസ്തൂരി തിലകവും അരുണാചലവും തമ്മിലും ഒരു ബന്ധമുണ്ടെന്നും പറഞ്ഞു. പണ്ട് പുലകൻ എന്ന പേരുള്ള ഒരു അസുരൻ അവിടെ മാനിന്റെ രൂപത്തിൽ കുറെ നാൾ തപസ്സു ചെയ്തത്രേ. ആ തപസ്സിൽ സംതൃപ്തനായ ശിവൻ എന്ത് വരമാണ് വേണ്ടതെന്ന് ആ അസുരനോട് ചോദിച്ചപ്പോൾ തൻ്റെ സ്ഥൂല ശരീരത്തിൽ നിന്നും എപ്പോഴും ഒരു ദിവ്യഗന്ധം വരണമെന്ന് അയാൾ പറഞ്ഞു.
ശിവൻ അയാൾക്ക് ആ വരം നൽകി. എന്നാൽ ആ വരം ലഭിച്ചതോടെ ആ ദിവ്യ ഗന്ധത്തെ ദുരുപയോഗം ചെയ്തവൻ ദേവലോകത്തിലെ സ്ത്രീകളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇതിൽ കോപം വന്ന മഹാദേവൻ ആ അസുരനോട് തൻ്റെ സ്ഥൂല ശരീരം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. താൻ ചെയ്ത തെറ്റുകളിൽ പ്രായശ്ചിത്തമെന്നോണം അയാൾ ഒരു കാര്യം ശിവനോട് ആവശ്യപ്പെട്ടു. തൻ്റെ സ്ഥൂല ശരീരം നഷ്ടപ്പെടുന്നതിനൊപ്പം ഈ ഗന്ധം നഷ്ടപ്പെടരുത്. താൻ ഒരു മാനിൻ്റെ രൂപത്തിലാണ് ഈ വരം നേടിയത്. അതുകൊണ്ട് താൻ മരിച്ചതിനു ശേഷം ഈ ഗന്ധം ഒരു മാനിൽ തന്നെ നിക്ഷേപിക്കണം. അങ്ങനെ ശിവൻ ഇതിനു സമ്മതിക്കുകയും ആ ഗന്ധം പിന്നീട് അദ്ദേഹം ഒരു മാനിൽ നിക്ഷേപിച്ചു. അതാണ് ഇന്നത്തെ കസ്തൂരി മാൻ. അതിൽ നിന്നും ലഭിക്കുന്ന ഒരു ദിവ്യ ഗന്ധമാണ് കസ്തൂരി. അതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമത്തിലെ 16-ാം നാമം മുഖചന്ദ്ര കളങ്കാപ മൃഗനാഭി വിശേഷക എന്നൊരു പേരുമുണ്ടല്ലോ. ഭഗവതി കസ്തൂരി തിലകം അണിയുന്നവളാണല്ലോ. ഇതാണ് ആ അരുണാചലേശ്വരർ ക്ഷേത്രത്തിനെ പറ്റിയുള്ള കഥകൾ. ക്ഷേത്രത്തിലെ ചില കൗതുകങ്ങളും നമ്മൾക്കറിയാം. 2668 അടി ഉയരമുള്ള പർവ്വതമാണിത്. ആ പർവ്വതത്തിൻ്റെ കിഴക്ക് അടിവാരത്തിലുള്ള കിഴക്കു ദിശയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ശിവൻ അരുണാചലേശ്വരായും ഭഗവതി അഭിത കുജാംബ ആയും വസിക്കുന്നു. ഇവിടെ ഉപപ്രതിഷ്ഠകളായി നന്ദി, സ്കന്ദൻ, ഗണപതി, മഹാകാലൻ, കാളി എന്നിവരും ഉണ്ട്. 9 പ്രകാരങ്ങളും 9 ഗോപുരങ്ങളും 2 തീർത്ഥകുളങ്ങളും 1000 കൽ മണ്ഡപവും ഇവിടെയുണ്ട്. രാജഗോപുരത്തിന് 41 അടിയാണ് ഉയരം. ഈ 1000 കാൽ മണ്ഡപത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭൂഗർഭത്തിലാണ് പാതാളലിംഗം. ഇവിടെ വെച്ചാണത്രേ രമണ മഹർഷി ധ്യാന നിമഗ്നനായിരുന്നതും ലോകപ്രശസ്തനായതും. ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള കഥകൾ. ഇതുപോലത്തെ കഥകൾ ഇനിയും അറിയാൻ വാസുകി ടോക്സ് ഫോളോ ചെയ്യൂ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്.